ഹലോ നമസ്കാരം. ആയുർവേദം ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഗ്ലൂട്ടാത്തിയോണിനെ കുറിച്ചാണ്. ഗ്ലൂട്ടാത്തിയോൺ എന്താണെന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാം, പക്ഷെ അറിയാത്തവരുണ്ടാകും. സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡിങ് ആയിട്ട് ഓടുന്ന ഒരു സംഭവം കൂടിയാണ് ഈ ഗ്ലൂട്ടാത്തിയോൺ. എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും പ്രസക്തി എന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. ഇതിനൊരു കാരണമേ ഉള്ളൂ, വെളുക്കാനായിട്ട് നമുക്ക് നമ്മുടെ സ്കിൻ ഒന്ന് ലൈറ്റർ ആക്കാനായിട്ട് ഈ ഒരു ഇൻഗ്രീഡിയന്റ് വെച്ച് കഴിയും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇതിന് ഇത്രയും പ്രസക്തി ആളുകൾക്കിടയിൽ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഗ്ലൂട്ടാത്തിയോൺ ശരിക്കും നമുക്ക് വെളുക്കാനായിട്ട് കഴിയുമോ, ഇനി അതിന് എന്തെങ്കിലും സൈഡ് ഇഫക്റ്റുകൾ ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇത് തീർച്ചയായിട്ടും പെർമനന്റ് റിസൾട്ട് തരുമോ, അതുപോലെ തന്നെ നാച്ചുറലി ആയിട്ട് നമുക്ക് ഗ്ലൂട്ടാത്തിയോൺ അവൈലബിൾ ആകുന്ന ചില ഫുഡ് ഐറ്റംസ് വല്ലതും ഉണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഈ ഗ്ലൂട്ടാത്തിയോൺ, എന്താണ് ഈ ഗ്ലൂട്ടാത്തിയോൺ എന്ന് അറിയാത്തവരുണ്ടാവും. അതായത് എന്താണ് ഇത്, ഈ പേര് മാത്രം നമുക്ക് വളരെ കേട്ടിട്ടുണ്ടാകും, പക്ഷെ ഇത് എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല ഒരുപാട് പേര്. ഇതൊരു ആന്റി ഓക്സിഡന്റ് ആണ്. അപ്പോൾ ആന്റി ഓക്സിഡന്റ് നമ്മൾ എപ്പോഴും സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ആന്റി ഓക്സിഡൻസ് ഒരുപാടുള്ള ഫുഡുകൾ കഴിക്കണം. കാര്യം ആന്റി ഓക്സിഡൻസ് നന്നായി നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്, സ്കിന്നിന്റെ ഹെൽത്തിന് നല്ലതാണെന്നൊക്കെ അല്ലെ. അപ്പോൾ ഈ ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറയുന്ന ഈ ഒരു ഇൻഗ്രീഡിയന്റ് തന്നെ ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതിന് ഒരുപാട് കാര്യം, ഇപ്പൊ മുഖം വെളുക്കാൻ വേണ്ടി മാത്രമല്ല, ഒരുപാട് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ല ബെനിഫിറ്റ്സ് ഇതിനുണ്ട്. അപ്പൊ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് കറുത്ത പാടുകളൊക്കെ ക്യൂർ ചെയ്യാൻ അല്ലെങ്കിൽ മാറ്റാനായിട്ട് ഗ്ലൂട്ടാത്തിയോൺ കൊണ്ട് കഴിയും. പിന്നെ അതുപോലെ തന്നെ കരിമംഗല്യം മാറ്റാനായിട്ട് കഴിയും. അതുപോലെ നമ്മുടെ ഏജിങ് സയൻസ്, ഇപ്പൊ നമുക്ക് പ്രായമൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് നല്ല രീതിയിൽ ഏജിങ് ഒക്കെ കാണാനായിട്ട് തുടങ്ങും. അപ്പൊ അത്തരം ചില സൈനുകൾ, അത്തരം ചില കാണിക്കുന്ന ഏജിങ് കാട്ടുന്ന ചില സൂചനകളൊക്കെ തരുന്ന ചില സംഭവങ്ങളൊക്കെ കുറച്ചു കൊണ്ടുവരാനായിട്ട് ഈ ഗ്ലൂട്ടാത്തിയോൺ കൊണ്ട് കഴിയും. പിന്നെ വരുന്നത് ചുളിവുകളാണ്. അപ്പൊ ചുളിവുകളൊക്കെ നമുക്കറിയാം പ്രായമാകുമ്പോൾ വരുന്ന ഒരു സൈനാണ്, അത് കുറയ്ക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരുപാട് നല്ല ഗുണങ്ങൾ ഈ ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറയുന്ന ഈ ഇൻഗ്രീഡിയന്റിനുണ്ട്. ഓക്കെ, അതായത് ആന്റി ഏജിങ് പ്രോപ്പർട്ടീസ്. ഓക്കെ, ഇനി ഇതിനു വേണ്ടി മാത്രമാണോ അല്ലെങ്കിൽ സ്കിന്ന് വെളുക്കാൻ വേണ്ടി മാത്രമാണോ നമ്മൾ ഈ ഗ്ലൂട്ടാത്തിയോൺ യൂസ് ചെയ്യുന്നത്? ഒരിക്കലുമല്ല. നമ്മുടെ കണ്ണുകളിൽ ലെൻസ് ഉണ്ട്. അപ്പൊ ലെൻസിൽ ഉണ്ടാകുന്ന ചില നമ്മുടെ അസ്കോബിക് ആസിഡ്, അതേപോലെ ഗ്ലൂട്ടാത്തിയോൺ ഒക്കെ കൂടിയാണ് ഈ ഒരു ആന്റി ഏജിങ് പ്രോപ്പർട്ടി പോലെ ഇതിനെ നിൽക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടും ഇത് നല്ല രീതിയിൽ ബെനിഫിഷ്യൽ ആവാറുണ്ട്. അതുപോലെ ലിവർ സംബന്ധമായ രോഗങ്ങള്, പ്രമേഹം, ഡയബറ്റീസ് ഒക്കെ ഉള്ള അത്തരത്തിലുള്ള ഇഷ്യൂസുകളൊക്കെ ഉള്ള ആളുകളിൽ ഈ ഒരു ഗ്ലൂട്ടാത്തിയോൺ കൊടുക്കാറുണ്ട്. ഗ്ലൂട്ടാത്തിയോൺ ഇൻഗ്രീഡിയന്റ് അടങ്ങിയിട്ടുള്ള മെഡിസിൻസ് അവർക്ക് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ചില വൈറൽ ഇൻഫെക്ഷൻസ്, അതുപോലെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഗ്ലൂട്ടാത്തിയോൺ യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതിന് ഒരുപാട് നല്ല വശങ്ങളുണ്ട്. നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ അതില് ഗ്ലൂട്ടാത്തിയോൺ ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ ഫോമിലാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് രീതിയിൽ അല്ലെങ്കിൽ ഒരുപാട് ഫോർമുലേഷൻസിൽ നമ്മൾ ഗ്ലൂട്ടാത്തിയോൺ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ സോപ്പുകളായിട്ട് ഗ്ലൂട്ടാത്തിയോൺ ഇറങ്ങുന്നുണ്ട് ഇപ്പൊ മാർക്കറ്റില്. അതുപോലെ തന്നെ ക്രീമിന്റെ രൂപത്തില്, അതേപോലെ ഹെൽത്ത് ഡ്രിങ്കുകളുടെ രൂപത്തില്, പൗഡേഴ്സ് ഒക്കെ ആയിട്ട് അത് നമുക്ക് ഈ വെള്ളത്തിലൊക്കെ കലക്കി കുടിക്കാം എന്നുള്ള രീതിയിൽ ഇറങ്ങുന്നുണ്ട്. അതുപോലെ ക്യാപ്സ്യൂള്, ടാബ്ലറ്റ്, ഇതൊക്കെ ഈ രീതിയിലും നമുക്ക് ഒരുപാട് ഈ ഗ്ലൂട്ടാത്തിയോൺ ഇറങ്ങുന്നുണ്ട്. പിന്നെ ഇഞ്ചക്ഷൻ, നമുക്ക് ഇഞ്ചക്ഷൻ ഒക്കെ വെക്കാനായിട്ട് കഴിയും എന്നുള്ളതൊക്കെ. ഇതൊക്കെ വളരെ കോസ്റ്റ്ലി ആണ് എന്നുള്ളത് പലർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഗ്ലൂട്ടാത്തിയോൺ ഇഞ്ചക്ഷനൊക്കെ ഒരുപാട് കോസ്റ്റ്ലി ആണ്. അപ്പോ പലപ്പോഴും സെലിബ്രിറ്റീസ് ഒക്കെ, അതായത് നമ്മളെ സിനിമ ഫീൽഡിലുള്ള ഒരുപാട് ആളുകൾ, ഈ സെലിബ്രിറ്റീസ് മാത്രമല്ല കേട്ടോ, കുറച്ച് അഫോർഡ് ചെയ്യാനായിട്ട് കഴിയുന്ന ആളുകളൊക്കെ ഈ ഗ്ലൂട്ടാത്തിയോൺ ട്രീറ്റ്മെന്റ് പൊതുവെ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പരസ്യമായിട്ടുള്ള രഹസ്യം. ഓക്കെ, അപ്പൊ അത് എന്തുകൊണ്ട്, എങ്ങനെയാണ് അവർക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് കഴിയുന്നതൊക്കെ നമുക്ക് ലേറ്റർ ഓൺ പറയാം. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കരിമംഗല്യം, ആന്റി ഏജിങ് പ്രോപ്പർട്ടീസിലൊക്കെ എങ്ങനെയാണ് ഈ ഗ്ലൂട്ടാത്തിയോൺ എഫക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പറയേണ്ടി വരും നമ്മുടെ കറുത്ത നിറത്തില് ഉണ്ടാകുന്ന ഒരു പിഗ്മെന്റ്, അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന ഒരു പിഗ്മെന്റ് ആണ് മെലാനിൻ. ഓക്കെ, അപ്പൊ ഈ മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് എത്രത്തോളം നമ്മുടെ ശരീരത്തിൽ സിന്തസൈസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് എന്ത് സംഭവിക്കും, നമുക്ക് ഡാർക്ക് കളർ അവിടെ ഫോം ചെയ്യും. അതായത് ആ കരിമംഗല്യത്തിന്റെ പ്രശ്നം അല്ലെങ്കിൽ ആ കറുത്ത നിറം അവിടെ കാണിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഈ മെലാനിൻ തന്നെ പല രീതിയിൽ അല്ലെങ്കിൽ 2 ടൈപ്സ് ഓഫ് മെലാനിൻ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 യു മെലാനിനും ഫ്യൂ മെലാനിനും. യു മെലാനിൻ എന്ന് പറയുന്നത് ഡാർക്ക് സ്കിന്ന് സിന്തസൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളതാണ് യു മെലാനിൻ. അവിടെ നമ്മൾ ഡാർക്ക് സ്കിൻ അല്ലെങ്കിൽ കറുത്ത നിറത്തിലുള്ള സ്കിന്നാണ് കൂടുതൽ അത് പ്രൊഡ്യൂസിങ്, അല്ലെങ്കിൽ അതാണ് അതിന് കൂടുതലായിട്ട് അത് സിന്തസൈസ് ചെയ്യുന്നത്. പക്ഷെ ഫ്യൂ മെലാനിന്റെ അതിന്റെ ഇതിലേക്ക് പോവുകയാണെങ്കിൽ ലൈറ്റ്
പിഗ്മെന്റേഷൻ ഉള്ള സ്കിന്നാണ് അത് കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഗ്ലൂട്ടാതിയോൺ ഉപയോഗിക്കുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ യൂമെലാനിൻ എന്താ സിന്തസിസ് ചെയ്യുക, ഡാർക്ക് കളർ സ്കിന്നാണ്. അപ്പൊ യൂമെലാന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കും. അപ്പൊ എന്ത് സംഭവിക്കും, ഈ ഡാർക്ക് മെലാനിന്റെ സിന്തസിസ് കുറയും അല്ലെ. അതേപോലെ തന്നെ ഫീം മെലാനിന്റെ സിന്തസിസ് കൂട്ടും. അപ്പൊ ലൈറ്റർ പിഗ്മെന്റ് ഉള്ള സ്കിന്ന് സിന്തസിസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, ആ ഒരു പ്രോസസ് ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഇതുകൊണ്ടാണ് നമ്മുടെ മുഖത്തുള്ള പാടുകളൊക്കെ കുറഞ്ഞ് നമുക്ക് കുറച്ചും കൂടി ഒരു വെളുത്ത നിറമൊക്കെ കിട്ടാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് പലപ്പോഴും നമ്മൾ ഡോക്ടേഴ്സിനോട് ചോദിക്കുന്ന സമയത്ത് ഒരുപാട് പേരൊന്നും ഇത് ഓപ്റ്റ് ചെയ്യാറില്ല, കാര്യം അഡ്വൈസ് ചെയ്യാറില്ല. അത് മുഖ സൗന്ദര്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് ഗ്ലൂട്ടാത്തിയോൺ ഒന്നും ഒരുപാട് ഡോക്ടേഴ്സ് ഒന്നും പറയാറില്ല, അഡ്വൈസ് ചെയ്യാറില്ല. പക്ഷെ ചില ഡോക്ടേഴ്സ് ഒക്കെ ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഉപയോഗിക്കുന്ന ടൈമിൽ ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം പറയാം. ഉപയോഗിക്കുന്ന ടൈമിലൊക്കെ നല്ല രീതിയിൽ നമുക്ക് വ്യത്യാസം കാണാനായിട്ട്, അതായത് നമ്മുടെ സ്കിൻ കളർ ജനറ്റിക് ആയിട്ടുള്ള ഒരു കളർ ഉണ്ടല്ലോ, അതിൽ നിന്ന് വ്യത്യാസപ്പെട്ട് ഒന്ന് നല്ല രീതിയിൽ കുറച്ച് ലൈറ്റർ ആവും, കുറച്ച് നല്ല രീതിയിൽ നിൽക്കാനായിട്ട് തുടങ്ങും. അപ്പോഴുള്ള ഒരു വ്യത്യാസം എന്നുള്ളത് അതൊരിക്കലും പെർമനന്റ് അല്ല, ടെമ്പററി ആണ്. നമ്മൾ എന്ന് ഈ ഒരു ഇഞ്ചക്ഷൻ ആണ് എടുക്കുന്നത് വെച്ചാൽ ഇഞ്ചക്ഷൻ എടുക്കുന്നത് എന്ന് നിർത്തുന്നു, അതുപോലെ ടാബ്ലറ്റുകൾ എത്ര നാൾ എടുക്കുന്നു അതിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും. അതുപോലെ എന്ന് നിർത്തുന്നു അത് കംപ്ലീറ്റ്ലി നമ്മുടെ ആ ഒരു പഴയ സ്കിൻ കളറിലേക്ക് പോകും. ഒരിക്കലും നമ്മൾ ഡാർക്ക് ആവില്ല, കറക്കില്ല. പക്ഷെ നമ്മൾ എന്ന് നിർത്തുന്നു അതിന്റെ ആ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നത് കൊണ്ട് നമ്മൾ കറുത്തതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. പക്ഷെ ഇതൊരിക്കലും കറുക്കുന്നതല്ല. ഓക്കെ, അപ്പൊ സ്കിൻ കളറ് ഡാർക്ക് ആയിട്ടുള്ള ആൾക്കാർ ഇത് യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ വെളുത്ത പോലെ ഫീൽ ചെയ്യും. പക്ഷെ കുറച്ച് നാളുകൾ നമ്മൾ ഇത് എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ അല്ലെങ്കിൽ അതൊരു ടെമ്പററി ആയിട്ട് നമ്മൾ യൂസ് ചെയ്തു, കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ ഇഞ്ചക്ഷൻ എടുക്കുന്നില്ല, അല്ലെങ്കിൽ ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു പഴയ സ്കിൻ കളറിലേക്ക് തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട അത് പോകുന്നതായിട്ട് കാണാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊരിക്കലും പെർമനന്റ് സൊല്യൂഷൻ അല്ല എന്നുള്ളതാണ്. പിന്നെ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളാണ്. നിങ്ങൾക്ക് പല സ്കിൻ ക്ലിനിക്കിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നല്ല രീതിയിൽ പൈസ ആകുന്ന അതുകൊണ്ട് തന്നെ വളരെ സാധാരണക്കാർക്കൊക്കെ ഇതൊന്നും ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം നല്ല രീതിയിലുള്ള നല്ല പൈസയുള്ള ആളുകൾക്ക് പറ്റിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഈ ഒരു ഗ്ലൂട്ടാത്തിയോന്റെ ട്രീറ്റ്മെന്റുകളൊക്കെ. ഓക്കെ, പിന്നെ ഇതുകൊണ്ട് നമുക്കൊരു ജനിതകമായിട്ടുള്ള നമ്മുടെ സ്കിൻ കളറിൽ ഒരു മാറ്റോ അല്ലെങ്കിൽ ഒരു ഹോർമോണൽ സംബന്ധമായ ഒരു വ്യത്യാസം വരുത്തി അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും തന്നെ ഇത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയേണ്ടി വരും. കാര്യം നമ്മുടെ സ്കിൻ കളറിൽ ഒരു ചേഞ്ച് ഇത് വരുത്തുന്നില്ല. നമ്മൾ എപ്പോൾ ഈ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നു ആ സമയത്ത് മാത്രം നമുക്കൊരു ചെറിയൊരു വ്യത്യാസം എത്തുകയും എപ്പോൾ എടുക്കുന്നത് നിർത്തുന്നു അന്ന് തിരിച്ചു വരികയും ചെയ്യുന്നു അല്ലെ. അപ്പൊ ഇവിടെ ഒരു തരത്തിലുള്ള ജനിതക മാറ്റവും സംഭവിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രസക്തമാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിനെക്കൊണ്ട് ബെനിഫിറ്റ് ഒക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഞാൻ നേരത്തെ കുറെ ബെനിഫിറ്റ്സ് പറഞ്ഞു അല്ലെ. യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കരിമംഗലം കുറയ്ക്കും, കറുത്ത പാടുകൾ കുറയ്ക്കും, അങ്ങനത്തെ ഒരുപാട്, അതുപോലെ ആന്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ട് എന്നുള്ളതൊക്കെ. പക്ഷെ ഇതിന്റെ കൂട്ടത്തില് നമുക്ക് ടോക്സിൻസ്, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ടോക്സിൻസ് ഉണ്ടല്ലോ, അത് അടിഞ്ഞു കൂടുകയും ഒക്കെ ചെയ്യുന്നു. അതുപോലെ മെലാനിൻ പിഗ്മെന്റിനെയൊക്കെ കുറച്ചു കൊണ്ടുവരാനായിട്ട് ഇത് അല്ലെങ്കിൽ ഇത് സഹായിക്കാറുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് ഒരു നല്ല ബെനിഫിറ്റ് ആണ്. പിന്നെ ഫ്രീ റാഡിക്കൽസ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓക്സിഡേഷൻ പ്രോസസ്സ് കുറയ്ക്കും. അപ്പൊ നമ്മുടെ ശരീരത്തിലെ ഏജിങ് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. സോ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. മനസ്സിലായോ? മറ്റു പ്രൊഡക്ട്സ് ഇപ്പോൾ നമ്മൾ പലപ്പോഴും സ്കിന്നിന് റിലേറ്റഡ് ആയിട്ടുള്ള പല ഔഷധങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് ടൈം എടുക്കും, പക്ഷെ അതിന് പെർമനന്റ് സൊല്യൂഷൻ കിട്ടും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. യൂസ് ചെയ്ത ഉടനെ തന്നെ, അല്ലെങ്കിൽ ഒരു 3-4 വീക്കിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ആ ഒരു ഇൻസ്റ്റന്റ് റിസൾട്ട് കിട്ടും. പക്ഷേ അത് നമ്മൾ എന്ന് നിർത്തുന്നു അന്ന് പഴയ പടിയിലേക്ക് തിരിച്ചു പോകും. അതിനൊരു പെർമനന്റ് സൊല്യൂഷൻ അല്ല ഇത് കിട്ടുന്നത്. അതാണ് അതിന്റെ ഒരു ദോഷഫലം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ഗ്ലൂട്ടാത്തിയോൺ അല്ലാണ്ട് നമുക്ക് എങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്കിന്നിന്റെ കളറ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളത് പറയാം. നമ്മൾ ആയുർവേദ ചികിത്സയിലെ രസായന ചികിത്സ എന്ന് പറയുന്ന ഒരു ചികിത്സയുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിലെ ഏജിങ് കുറയ്ക്കാനും നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ ഹെൽത്തി ആക്കി വെക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു ചികിത്സയാണ്. അപ്പോൾ ഈ ഒരു ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരം അത്യാവശ്യമൊക്കെ നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്യാനും, അതുപോലെ തന്നെ പെർമനന്റ് ആയിട്ട് കേട്ടോ, ഇതൊരിക്കലും ടെമ്പററി ആയിരിക്കില്ല, പെർമനന്റ് സൊല്യൂഷൻ ആയിട്ട് നമുക്ക് അതിനെ നല്ല രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകാനും സ്കിന്നിനെ നല്ല രീതിയിൽ ഹെൽത്തി ആക്കി വെക്കാനും ഒക്കെ സാധിക്കും. ഏജിങ് കുറച്ച് നല്ല യൗവന മുക്തരായിട്ടുള്ള മുഖമുള്ളവർ എന്നൊക്കെ പറയില്ലേ, ഒരു തരത്തിലുള്ള ഏജിങ് പ്രോപ്പർട്ടീസും കാണിക്കാതെ അത്തരത്തിൽ നല്ല രീതിയിൽ വൃത്തിയാക്കി നമ്മുടെ മുഖം അല്ലെങ്കിൽ സ്കിന്നിൽ ഒരു തരത്തിലുള്ള ഡാമേജുകൾ സംഭവിക്കാതെയൊക്കെ കൊണ്ടുപോകാനായിട്ട് കഴിയും രസായന ചികിത്സകൾ വഴി. പിന്നെ അതുപോലെ നമ്മുടെ വ്യായാമത്തിന് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. നമുക്കറിയാം, ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ള ആളുകളിൽ നല്ല രീതിയിൽ വ്യായാമം ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുകയും അവർ ഡ്രൈ സ്കിന്നൊക്കെ നല്ല രീതിയിൽ കുറച്ചു കൊണ്ടുവരാനൊക്കെ സാധിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വ്യായാമത്തിന് നല്ല പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. പിന്നെ ചിട്ടയായ ദിനചര്യ, കൃത്യമായിട്ട് ശോധന ഉണ്ടാക്കുക, അതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മൾ ഉറങ്ങുക,
സ്ട്രെസ് ഒട്ടും എടുക്കാതിരിക്കുക, സ്ട്രെസ് നല്ല രീതിയിൽ കുറയ്ക്കുക. കാരണം നമ്മുടെ മുഖമാണ് മനസ്സിന്റെ കണ്ണാടി അല്ലെ. അപ്പൊ നമ്മൾ എപ്പോഴും പ്രസന്നവതരനായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് അത്രയും ശുദ്ധമായതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഇത്. പക്ഷെ അങ്ങനെയല്ല, എന്നാൽ കൂടി നമ്മൾ നല്ല രീതിയിൽ സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, അത് എപ്പോഴും നമ്മുടെ മുഖത്ത് റിഫ്ലക്ട് ചെയ്യും. ഓക്കെ എന്നുള്ളതാണ്. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ്. അപ്പൊ ഡയറ്റ് എന്തൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത് എന്നുള്ളത് പലരും ചോദിക്കാറുണ്ട്. ഗ്ലൂട്ടാതിയോണിന്റെ പോലെ റിസൾട്ട് കിട്ടണമെങ്കിൽ എന്ത് കഴിക്കണം? ഗ്ലൂട്ടാതിയോണിന്റെ റിസൾട്ട് ഒക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അത്രയും നല്ല രീതിയിലുള്ള ഡയറ്റ് കൊണ്ടുപോകേണ്ടതാണ്. അപ്പൊ അതെന്തൊക്കെയാണ് കഴിക്കേണ്ടത്? നല്ല രീതിയിൽ പപ്പായ, മാതള നാരങ്ങ, അതേപോലെ തന്നെ ഓറഞ്ച്, ഇത്തരം ആന്റി ഓക്സിഡൻസ് ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കുക, ഫ്രൂട്ട് ജ്യൂസുകൾ ഉണ്ടാക്കി കുടിക്കുക. ഓക്കെ, ഡെയിലി കഴിക്കുക. പിന്നെ തവിടുള്ള ധാന്യങ്ങൾ ഒരുപാട് കഴിക്കുക. അതുപോലെ മുട്ട, ചിക്കൻ, ഇതൊക്കെ നമ്മൾ കാൽസ്യം ഒരുപാട് ഉണ്ടാക്കുന്ന, ഇതൊക്കെ നമുക്ക് കഴിക്കാം, നല്ലതാണ് സ്കിൻ കളർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. പിന്നെ എണ്ണയിൽ വറുത്തത്, സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ, ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ഒരുപാട് മസാല ഉപയോഗിക്കാതിരിക്കുക. ഇപ്പൊ ചിക്കൻ ഞാൻ ഉപയോഗിക്കാൻ പറയും, ചിക്കൻ ഒരിക്കലും വറുത്ത് കഴിക്കാതിരിക്കുക. ചിക്കൻ നല്ല രീതിയിൽ കറി വയ്ക്കുക, അല്ലെങ്കിൽ സൂപ്പായിട്ടൊക്കെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഒട്ടും മസാല ചേർക്കാതെ ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന്റെ സ്കിൻ കളർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. പിന്നെ ശരിയായ വ്യായാമം, ഉറക്കം, ഇതൊക്കെ വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. ഒരു 5 to 6 hours അല്ലെങ്കിൽ 6 to 8 hours എങ്കിലും നമ്മൾ കിടന്നുറങ്ങണം എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. പിന്നെ നമ്മുടെ വെള്ളം കൂടിയാണ്. ഓക്കെ, അപ്പൊ വെള്ളം കുടിക്കുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പൊ വെള്ളം കുടിക്കേണ്ടത് ഒരു 2 to 3 liters എങ്കിലും വെള്ളം നമ്മൾ കുടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം. ഇനി അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ സൺസ്ക്രീൻ, ബിക്കോസ് ഏജിങ് ഒക്കെ ഉള്ള ആളുകളിൽ നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്തില്ലെങ്കിൽ അത് വളരെയധികം കൂടാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ് കേട്ടോ, ഒട്ടും തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ മോയ്സ്ചറൈസർ നമ്മൾ നല്ലൊരു ഫേസ് വാഷ് യൂസ് ചെയ്യുക, മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അതിന്റെ മേലേക്ക് നമ്മൾ ഒരു പുറത്തേക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട്, പകലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു 15 മിനിറ്റ് മുൻപായിട്ട് നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടിരിക്കാം. അത് അപ്പൊ നമുക്ക് പുറത്തിറങ്ങുമ്പോൾ സൂര്യന്റെ രശ്മിയിൽ നിന്നൊക്കെ നമുക്ക് ആ ഒരു റേസ് കൊണ്ട് നമ്മുടെ സ്കിന്നെ ഡാമേജ് ആകാതിരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അത് യൂസ് ചെയ്യാം. അതുപോലെ നമ്മൾ കുറച്ച് ഏജ് ഒക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ ബയോട്ടിൻ അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റ് ഒക്കെ യൂസ് ചെയ്യുക. പൗഡർ ഫോമിലും ടാബ്ലറ്റ് ഫോമിലും ഡ്രിങ്ക് ആയിട്ടൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇപ്പൊ ഉരുളക്കിഴങ്ങ്, അതേപോലെ തന്നെ കപ്പ, അത്തരം സംഭവങ്ങളൊക്കെ കുറയ്ക്കുക. ഇത് നമ്മുടെ ശരീരത്തിൽ ഡ്രൈനെസ് കൂട്ടും, അത് നമ്മുടെ ഏജിങ് കൂട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ കിഴങ്ങ് വർഗ്ഗങ്ങൾ കുറച്ച് കുറയ്ക്കുക, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ ഫുഡ് ഐറ്റംസ് ഒക്കെ നല്ല രീതിയിൽ ഉൾപ്പെടുത്തുക നിങ്ങളുടെ ഡയറ്റിൽ. അപ്പൊ തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഗ്ലൂട്ടാത്തിയോണിന്റെ ഇഫക്റ്റ് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിന്നിന് കിട്ടും. അത് പെർമനന്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും, ഇതേപോലെ ടെമ്പററി ആയിരിക്കില്ല. അപ്പൊ നമ്മൾ പൈസ കൊടുത്തിട്ട് വെറുതെ കുറച്ച് നാളത്തെ ഒരു ഇതിനു വേണ്ടി മാത്രം ഒരു സംഭവം ചെയ്യണോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, ചെയ്യേണ്ടവർക്ക് ചെയ്യാം. പക്ഷേ നമുക്ക് പെർമനന്റ് ആയിട്ട് ആ ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ, നമ്മൾ പറയാറില്ലേ നടന്മാരൊക്കെ ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന്, പക്ഷെ അതേപോലെ തന്നെ അവർ ഡയറ്റും കൺട്രോൾ ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഡയറ്റും കൂടി കൺട്രോൾ ചെയ്യുമെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ സ്കിന്ന് ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കുള്ളൂ. വ്യായാമവും അതുപോലെ തന്നെ വെള്ളം കൂടിയും നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. അതുപോലെ ഉറക്കം എന്നുള്ളതും. ഓക്കെ, അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ തന്നെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ നമ്മുടെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അതുപോലെ ലൈവ് സെക്ഷനിലും നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പോ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും രസായന ചികിത്സകളോ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. താഴെ ഞാനൊരു ക്ലിനിക് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും തിരിച്ചു വിളിച്ചിട്ട് അനുയോജ്യമായിട്ടുള്ള ഔഷധങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്ത് തരാനായിട്ട് കഴിയും. ഓക്കെ, അപ്പൊ നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി. ബൈ.